എത്രയോ 5000 വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളതാണ് ദിലീപിന് 5000 വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ട്. അതെ, 5000 വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളതാണ്. എന്താ കാരണം? ആരായിരുന്നു ദിലീപ്? ദിലീപ് അർജുനാണ്. എന്താ പേര്? അർജുൻ. അർജുന്റെ ജന്മമാണ് ദിലീപ്. അപ്പൊ 5000 വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് അർജുനായിരുന്നു. താങ്കളോ? ഞാൻ കൃഷ്ണനായിരുന്നു. ഞാൻ കാഞ്ഞങ്ങാട് SI ആയിരുന്നപ്പോ ഇയാള് കോത്താഴത്ത് കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് SI. ഇയാൾക്കെന്താ തലയ്ക്ക് വട്ടുണ്ടാ ഉണ്ടോ? അന്നെന്തോ വിരോധം ഉണ്ടായി? അന്നൊരു ഒരു വിരോധമില്ല, നല്ല ദോസ്തുക്കളായിരുന്നു. ഈ ജന്മത്തില് ദിലീപിനെ എന്നെ മനസ്സിലായില്ല. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ. 5000 വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളതാണ് ദിലീപിന് 5000 വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ട്. അതെ. ദിലീപിനെ കണ്ട ഡേറ്റ് വേണമെങ്കിൽ പറയാം. ഡേറ്റ് ഇല്ല, ആ സിനിമ ഞാൻ പറയാം. ഇഷ്ടം എന്ന സിനിമ തൃശ്ശൂർ ചെമ്മാപ്പുള്ളി സ്ഥലത്താണ് അവിടെ അഭിനയിക്കാൻ വന്നത്. ആ സമയത്ത് എനിക്ക് SD ഒരു ബുള്ളറ്റ് ബൈക്ക് ഉണ്ടായിരുന്നു. കാണാൻ പോണില്ലേ ചോദിച്ചു. ദിലീപ് ഒന്ന് വരുന്നുണ്ടോ ചോദിച്ചു. ദിലീപ് ഉണ്ടെന്ന് പറഞ്ഞു. ദിലീപ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു നടനെ കാണുന്നത്. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണേരെ കുണ്ടി കുണ്ടിനാ. അപ്പൊ 5000 വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് അർജുനായിരുന്നു. താങ്കളോ? ഞാൻ കൃഷ്ണനായിരുന്നു. കഷ്ടം. എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. മനോഹരമായ ഒരു പഴക്കുല. എടാ മോനെ, രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുളസി. ആരാണ്? എവിടെ? ചിരിക്കണം. എന്താ? ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. തുളസിയാ? അമ്പാനെ തുളസി. കന്നഡ. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. ഓ, കന്നഡ മോത്തണ്ടല്ലോ. എടുത്തോട്ട് പോടോ. രാവിലെ ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. ഇയാളാ മോനെ, നിന്നൊക്കെ കൊണ്ട് ഈ പണിക്കറിയാൻ എന്നെ പറഞ്ഞാൽ മതി. ഇത് കിട്ടണം. ഇതാണ് ആക്ടിങ്. ഇതാ കന്നഡ കന്നഡത്തിൽ തോക്കെടുക്കാൻ തുളസി. ഇതെന്താണത്? ഇതൊക്കെ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പുക്കുട്ടാ, നിനക്ക് ചെവിയില് പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ നേരമായി. എന്താ പൊട്ടത്തെ ആ പൊട്ടിച്ച് കാണിക്കാൻ എന്തൊരു ആക്ടിങ്! നിങ്ങളൊക്കെ സിനിമയിലെത്തണം. നാം പൊട്ടിക്കാം. പൊട്ടിക്കണം. ഏത് കണ്ടാ പൊട്ടിക്കേണ്ടത്? ഇടതോ വലതോ? ആശാൻ ഇഷ്ടമുള്ളത് പൊട്ടിച്ചോ. എന്റെ മോളെ പിറന്നാളാണ്, എല്ലാരും വരണം. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണേരെ കുണ്ടി കുണ്ടിനാ. ഒരു പരട്ട കൂളിംഗ് ഗ്ലാസും വെച്ച് അവൻ ആ ബാർ കൗണ്ടറിൽ നിൽപ്പുണ്ട്. ഇങ്ങനെയാണ്, മൊത്തം വിവാദത്തിലാണല്ലോ എല്ലായ്പ്പോഴും. അതെ അതെ. ഇങ്ങനെ നോക്കിയാൽ എനിക്ക് ശബരിമല കാണാം. സ്വാമിയേ ശരണമയ്യപ്പോ. കാരണം റോക്കി ഒരു സൈക്കോ ആണോ, ഒരു ദുഷ്പേര്, അതാണോ റോക്കിക്ക് ഇഷ്ടം? അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? ഈ 16 ദിവസം ഉപയോഗിച്ച കുപ്പി 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുക എന്നൊക്കെ പറഞ്ഞത് ചീപ്പായിട്ടുള്ള ഷോ അല്ലേ? ഞാൻ പറഞ്ഞത് 10 ലക്ഷം രൂപ പറഞ്ഞാലും ഞാനത് കൊടുക്കത്തില്ല. 1 ലക്ഷം ഉറുപ്പിക പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല. ഓക്കെ, നിങ്ങൾ 1 കോടി രൂപ പറഞ്ഞാലും ഞാൻ ഇത് തരത്തില്ല. എനിക്ക് അത്ര വാല്യൂ, ഞാൻ ഒരു കമ്പാരിസൺ ചെയ്തതാണ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ? റോക്കി 10 ലക്ഷം രൂപയ്ക്ക് എനിക്കെന്താ അത്രയ്ക്ക് ബുദ്ധിയില്ലേ? അതെ, ശരിയാണ്. എനിക്കെന്താ അത്രയ്ക്ക് ബുദ്ധിയില്ലേ? അല്ല, അതാണ് എനിക്കും ജനങ്ങൾക്കും ചോദിക്കാനുള്ളത്. ജനങ്ങൾക്ക് അറിയേണ്ട അത് തന്നെയാണ്. എനിക്കും അത്യാവശ്യം ഹാർഡ് കോർ ഫാൻസ് ഒക്കെ ഉണ്ട്. ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്ക്. വാട്ടർ ബോട്ടിൽ വിറ്റു ആണല്ലോ ഒരു ഉണ്ടല്ലോ. അല്ല, അങ്ങനെയാണ് ജനങ്ങൾ അറിഞ്ഞത്. ഈ പറയുന്ന വാട്ടർ ബോട്ടിലൊക്കെ എന്തുവാണോ നിങ്ങൾ ഈ ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞു इज्जत उണ്ടല്ലോ. हमें तो कुत्ता नहीं है ना, हम तो कुत्ता नहीं है ना, तो कुत्ता का काम करेगा. ഹിന്ദി എണ്ണേ. റോക്കി പോയതിനു ശേഷം ഈ ഷോ കൊണ്ടുപോയത് ഒരേ ഒരാളുണ്ടെങ്കിൽ അത് ജാസ്മിൻ മാത്രമാണ്. ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്.
ഫ്രണ്ട്സ് ഉണ്ട്. എല്ലായിടത്തും ഫ്രണ്ട്സ് ആണ്. ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 10-200 ഫ്രണ്ട്സ് വരും. ഞാനൊന്ന് വിളിച്ച DGP വരെ ഇവിടെ എത്തും. രുചിയോട് ദേഷ്യം ഉണ്ടാന്ന് ചോദിച്ചാൽ സത്യം പറയണോ കള്ളം പറയണോ? സത്യസന്ധമായി പറയൂ, കള്ളം പറയണ്ട. സത്യം പറ. പൊതുവെ നിങ്ങൾ കള്ളങ്ങൾ പറയുന്നു, പൊങ്ങച്ചം പറയുന്നു എന്നൊരു പേര് ദോഷം നിങ്ങൾക്കുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. താൻ എന്നെ കയറി പ്രേമിക്കാനൊന്നും പറയണ്ട. കള്ളം പറയുക മറ്റുള്ള ആളുടെ മേലെ അടിസ്ഥാന. ഞാൻ നിന്നെ കള്ളം പറയണ? ഞാൻ പറഞ്ഞ ഒരു കള്ളം നിങ്ങൾ കാണിച്ച? ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള സത്യസന്ധമാരെ കണ്ടുകിട്ടാ പാടല്ലേ. എന്നാ ഈ സത്യസന്ധന അങ്ങോട്ട് പോട്ടെ. ശരി. സുധാകര ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? തെറിക്കൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ? എന്തുട്ര ഇഷ്യൂ? വെറുതെ കിട്ടാറാന്ന്. മതി ക്ലീറ്റസ്. എന്റെ അമ്മേ, ഇത്രയും പുളിച്ച തേറി ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. തെറി പറയുന്ന കാര്യത്തിൽ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോടാ. തൽക്കാലം ഇത്രയും മതി. ബാക്കി തെറി ഞാൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം. പോട്ടാടാ ബധിര. അപ്പൊ ചേച്ചി എന്താ പറയണെന്ന് വെച്ചാൽ ചേച്ചിയുടെ ഫോൺ ആണെങ്കിൽ ഒരു കടയിൽ വെച്ച് മറന്നുപോയി. അപ്പൊ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ചേട്ടൻ ഒന്ന് വിളിച്ചു നോക്കുമെന്ന് വെച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് അപ്പൊ ചേച്ചി ആരെയും നമ്മൾ വിളിക്കാൻ പോണേ? നമുക്ക് സിജോ ചേട്ടനെ വിളിക്കാം. ആണോ? അല്ല, നല്ലത്. നമുക്ക് വിളിക്കാം. സംസാരിച്ചിരിക്കാനൊന്നും സമയമില്ല. ജാഫർ സാധനം എടുക്ക്. ഹലോ സിജോട്ടാ, ഞാൻ നന്ദുവാ. എന്റെ മൊബൈല് ഞാൻ ഒരു കടയിൽ വെച്ച് മറന്നു മനുഷ്യ. ഓഹോ, വെരി ഗുഡ്. അതെ, ഞാൻ ചേട്ടനൊന്ന് വിളിച്ചു. ഞാൻ കുറെ വട്ടായി ഞാൻ വിളിക്കുന്നു, എടുക്കണില്ല. ഞാൻ ഈ ഫോണിൽ നിന്ന് രജിന്റെ ഫോണിൽ നിന്നൊക്കെ മാറി മാറി വിളിച്ചു, എടുക്കണില്ല. ഞാൻ ആകെ പെട്ട അവസ്ഥയില. എത്ര കോള് വന്നിട്ടൊന്നും എനിക്ക് അറിയില്ല. അമ്മേനെ ആകെ ടെൻഷൻ. എന്താ ചെയ്യപ്പോ? എന്താ ഒറിജിനാലിറ്റി വേണ്ടി? ഭരതവാട് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ച വെച്ചത്? എനിക്ക് സ്ഥലം അറിയില്ല സിജു ചേട്ടാ. എന്തിന്റെ കുഞ്ഞാണോ ഇത്? എന്റെ നാച്ചുറൽ അഭിനയം എങ്ങനെയുണ്ട് ഗായ്സ്? സത്യം പറയണോ? പെറ്റ തള്ള സഹിക്കത്തില്ല. ചേട്ടാ, ഇത് എന്റെ ഫോണാ. ഇത്രയും ദിവസം ഈ നമ്പർ നന്ദന എന്ന് പറഞ്ഞ ആൾ യൂസ് ചെയ്യുന്ന നമ്പറാണ്. പിന്നെ പെട്ടെന്ന് എങ്ങനെ വേറെ നമ്പറായിട്ട് മറന്നത്? എനിക്കങ്ങോട്ട് പേരുത്തങ്ങോട്ട് വരും. എന്റെ കയ്യിലെങ്ങാനും ഇപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ. കിട്ടിയാ ഞാൻ അടിച്ചവളുടെ കാരണയും വിളിക്കും. പേടിച്ച സിജോ ചേട്ടാ, ഞാൻ ഇന്റർവ്യൂടെ തെറി പറയരുത്. ഓക്കെ, സോറി മുത്തേ. ശരി, വിളിച്ച സാധനം മ്യൂട്ട് ചെയ്തോളൂ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. നമ്മൊരു ലൈവ് കിട്ടിയ ഞാൻ സാറിന്റെ കാര്യത്തിൽ തീരുമാനം. നമ്മ ലൈവ് വിടാൻ പോണാണ്. ഇവിടെ നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാമില്ല. ഞാനിങ്ങനെ ഇറങ്ങി ഞാനിവിടെ തുടങ്ങണമെന്നാണെങ്കിൽ ഞാൻ തുടങ്ങും. എനിക്കൊരു മടിയില്ല. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ. കൊല കൊമ്പൻ ഇടഞ്ഞില്ലെങ്കിലോ? കൊലയില്ലാത്ത കൊമ്പൻ. ഇതേപോലെ ഞുക്ക് ന്യായങ്ങളുമായിട്ടൊന്നും ആയിരിക്കത്തില്ല ഞാൻ വരുന്നത്. അടിപൊളി സാധനങ്ങളായിട്ട് ഞാൻ വരും. വോയിസ് മാഫിയ അതൊന്നും അല്ല മക്കളെ. ഉള്ള ശരിക്കുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ഇറങ്ങും. എന്റെ കയ്യിലെ ചൂട് നീ അറിയോ? നല്ല തണുപ്പാണല്ലോ. ഞാൻ ഇറങ്ങിയാല് എന്നെ ഇട്ടത് തീപ്പെട്ടി കത്തിച്ചാണ് എന്നെ ഇട്ടെങ്കിൽ ഞാൻ നമ്മുടെ സിജോ കുട്ടന്റെ ഒക്കെ ഭാഷയെ പറയുകയാണെങ്കിൽ കാട്ടുതീ കത്തിച്ച് അതിനകത്ത് ഞാൻ ഇടും. എന്നെ കൊണ്ട് അതൊന്നും ചെയ്യിക്കരുത്. ഞാൻ എന്റെ പാട് നോക്കി പോവാണ്. മനുങ്ങൾ എന്താ വേണ്ടേ? നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്രേ മതിയോ? രാവിലെ അണ്ണാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. ഹലോ എടാ, ഞാൻ എന്തെല്ലോ ഇപ്പം ഇതില് കാണുന്നടാ, മറ്റേ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ ഇട്ടിട്ടാണ്. കുടുക്കിയടാ, ജയിലിൽ കിടക്കണതായിരുന്നു. എന്റെ എല്ലാം പോയടാ.
ഇതാരാ പണിഞ്ഞതെല്ലാം കൂടെ ഒരുമിച്ച് ഒരേ ടൈമിൽ എല്ലാരും കൂടെ ഒരുമിച്ച് എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി. ഇവനില്ലാതാക്കാൻ ഇവനാരും ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുൾ നാറിയടാ. വീട്ടിലിറങ്ങി വാട്സപ്പ് ഗ്രൂപ്പ് വഴി നാട് മൊത്തം അറിഞ്ഞ് വീട്ടുകാരെയും വിളിച്ചു വരുത്തി ആകെ നാറി പുഴുത്ത വിഞ്ഞ്. എടാ അപ്പൊ നീ അയച്ച മെസ്സേജ് അല്ലേ ഇതൊന്നും? എടാ ഞാൻ അയച്ചത് എനിക്ക് ഇങ്ങോട്ട് അയച്ചിട്ടാണ് ഞാൻ അയച്ചത്. എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ. എടാ നീ ഇങ്ങോട്ട് അല്ല നിനക്ക് ഇങ്ങോട്ട് അയച്ചപ്പോ നീ അങ്ങോട്ട് അയച്ച സംഭവം ഉള്ളതാ, നീ അയച്ചതുള്ളതാ. അതെ, എനിക്ക് തോന്നുന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? കൂടി ചോദിച്ച് പറഞ്ഞു. ഞാനൊരു ആൺകുച്ചല്ലടാ. ഈ സംസാരിച്ച സമയത്ത് എനിക്കും വികാരങ്ങളില്ലതാ. ശവത്തെ കുത്തരുത്. എടാ പൊട്ട, നീ എന്ത് മണ്ടത്തരാണ് കാണിച്ചത്? നിനക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉള്ളതല്ലേ നിന്റെ സ്വന്തം ഒഫീഷ്യൽ അക്കൗണ്ടിന്ന്. ബ്രെയിനെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല, യൂസ് ചെയ്യണം ജസ്റ്റ് കോമൺ സെൻസ്. എവിടെ എന്താ നീ ഒരു വാടം വിട്ട് കടന്നു തുടങ്ങാം, അല്ല അത്രേ ഉള്ളൂ. ഇതെല്ലാം ശരിയാവും. ഓക്കെ, കള്ളപ്പന്നി. ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്, അതൊത്തിരി ഭയങ്കര വിഷമമാണ് എന്നെയും വീട്ടുകാരനെയൊക്കെ. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. വിജയ്ക്ക് അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടാ, അല്ലെങ്കിൽ അയാൾ എന്തെന്നാ കിടന്ന് കാണിക്കണത്, അണ്ണാവെ പറ്റി പറഞ്ഞ നടക്കുന്ന വലിയ അഭിനയവും കാര്യങ്ങളും ഒന്നുമില്ല എന്നുള്ള രീതിയിൽ. ആഞ്ജനേയ സ്വാമി. നിങ്ങൾക്ക് വിജയണ്ണൻ എന്താണെന്ന് അറിയോ? എനിക്കറിയില്ല. വിജയണ്ണൻ എങ്ങനെയെന്ന് അറിയോ? നിങ്ങൾ ഒരു അഭിനയിക്കും, വിജയണ്ണന്റെ കൂടെ ഒരു ഷോട്ടിൽ നിന്ന് അഭിനയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എനിക്ക് വിജയണ്ണനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ എനിക്ക് സഹിക്കണില്ല. വീട്ടിലേക്ക് മക്കളൂടാ ഒന്നിളകിയതാണോ? 3 പ്രാവശ്യം ഇളകി, 3 പ്രാവശ്യം ചാടി, 3 പ്രാവശ്യം പിടിച്ചു. ചേച്ചി ഞാൻ ഇവിടേക്ക് കള്ളവണ്ടി കയറി വന്നിരിക്കണേ, ഇനി ഇവിടുന്ന് പോണ പ്രശ്നമേ ഇല്ല. അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് അത്ര ഇഷ്ടമാണ്. ഇങ്ങനെയൊന്നും പറയരുത്. ഭയങ്കര ഫാനാ, കട്ട ഫാന്. ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എങ്ങനെ നിന്റെ വേദന ഇവിടെ എല്ലാവർക്കും കോമഡിയാ. കുഴപ്പമില്ലല്ലോ. അവന്റെ കരച്ചിൽ എന്ത് സഹിക്കാൻ പറ്റുന്നില്ലടോ. അതിന് ചേച്ചിക്ക് കുഴപ്പമില്ലല്ലോ അങ്ങനെ പറഞ്ഞത്. ഇല്ല ഇല്ല. എത്ര നാളായി തുടങ്ങിയിട്ട്? 8 വർഷമായി. 8 അല്ല 10. ഇപ്പോഴാ ലേശം കൂടിയത്. വയലന്റ് ആകാറുണ്ടോ? അതില്ല. വിജയണ്ണ ഒരുപാട് നാളായി വിജയണ്ണനെ കാണാൻ വേണ്ടിട്ട് ഞാൻ മുടിയും താടിയൊക്കെ വളർത്തിയിട്ട്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് അണ്ണന്റെ കൂടെ ഒന്ന് അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ആഗ്രഹമാണല്ലോ. ഒരു പടവും കൂടി ഇല്ല അണ്ണ, അതിലൊരു ചെറിയൊരു വേഷം അണ്ണന്റെ പുറകിൽ നിൽക്കാൻ. അവിടെ ഒരുത്തരുന്ന് കരയുന്നുണ്ട്, അവൻ പൊട്ടനാണോ? എനിക്കത് മാത്രം മതിയണ്ണ. അച്ചോ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഗ്ലാസ്സില് കുറച്ച് വിഷം കലക്കി കൊണ്ടുപോവാ, ഞാൻ കുടിക്കാം. പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. എന്നെ പറ്റിക്കണ്ട, എനിക്കറിയാം, ഏപ്രിൽ ഫോൾ അല്ലേ. ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ, ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. ഫ്ലാഷ് ബാക്ക്. എന്താണ് ഭാവി പരിപാടി? ഇതൊക്കെ ഭാവി പരിപാടി കുറച്ചുണ്ട്. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയത്, ഇപ്പൊ പുരിയത്. അർജുവിന് പെണ്ണ് കിട്ടി. ചുമ്മാതെ നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. ഈ കണാരേട്ടൻ ഓടി വന്ന് അർജുവിന് പെണ്ണ് കിട്ടി പറഞ്ഞതും നല്ല വരിക്കച്ചക്ക വെട്ടിയിട്ടത് പോലെയല്ലേ ബോധം കെട്ട് വീണത്. പിന്നെ ഒരുപാട് ചോദിച്ചു, കണാൻ ഒരു അക്ഷരം വേണ്ടിയിട്ട് അതെങ്ങനെയാ ബോധമില്ലാതെ കിടക്കല്ലേ. എനിക്ക് മാത്രം ഒന്നും നടക്കണല്ലോ സാർ. വലിയ ബുദ്ധിമുട്ടാ അല്ലോടാ. ഭയങ്കര കഷ്ടപ്പാടാണ്. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിഷമം വരും. പതിർ
ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. നമുക്കൊക്കെ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ഒരു ജീവിത സഖി എവിടെയോ കാത്തിരിക്കും. എനിക്കും ഷൺമുഖത്തിനും വേണ്ടി ആരോ എവിടെയോ കാത്തിരിക്കും. ഒരു ദിവസം കണ്ടുമുട്ടും. തെക്കോട്ട് നോക്കിയിരുന്നോ? ഗാന്ധിജി ഇപ്പോഴും അങ്ങനെ സൗന്ദര്യ സമരത്തെ സൗന്ദര്യ സമരം സ്വാതന്ത്ര്യ സമരം ഞാൻ സൗന്ദര്യ സമരം ഇത് അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. അപ്പൊ എന്നിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന നോട്ടുണ്ടല്ലോ, ഇന്ത്യൻ മണി, ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ്. അതിനൊന്നും ഇല്ലേ? ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ്. ഓ അത് മാറ്റണമെന്നല്ല മാറ്റണമെന്നല്ല, അത് നിലനിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അത്രേ ഉള്ളൂ, മാറ്റണമെന്നല്ല. അതൊക്കെ അവരോട് ചോദിക്കും. നീ എന്നോട് ചോദിച്ചിട്ട് റിസർവ് ബാങ്കിന്റെ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ട് റിസർവ് ബാങ്ക് ഞാൻ കാണിച്ചായിരുന്നു. നീ അവിടെ പോയി ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നോടാണ് ചോദിക്കണത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഞാൻ മോഡിയുടെ മോനാണ്. ഗാന്ധിജി ആരെന്നറിയോ? നമ്മുടെ അടിപൊളി. നമ്മുടെ ആരാ? ഇന്ത്യയുടെ ആരാ? കളിയാക്കുന്നില്ല കേട്ടോ, ഒരിക്കലും നിന്നെ കളിയാക്കുന്നില്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. അവൻ പറയട്ടെ പാട്ടി, അവൻ പറഞ്ഞിട്ടില്ലേ പ്രൈം മിനിസ്റ്റർ. ഗുഡ് ഫോർ നത്തിങ് ഫെലോസ്. ആ ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞേ. ഒന്നിനും കൊള്ളാത്ത കഴുതാന്ന്. എന്താ അതല്ല ഫസ്റ്റ് എവിടെ പോയിട്ട് കോളേജിൽ ഉള്ളിൽ പോലും പോയിട്ടില്ല. സത്യമോള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? കല്ലും മടി തപ്പണ്ട, ഞാൻ പറഞ്ഞ പിൻവലിച്ചു. ഫോണിൽ പോലും നല്ല ദിവസമാണ് ഇത് ഒരു എക്സ്ക്ലൂസീവ് ആയിരിക്കും. നിങ്ങൾ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. എക്സ്ക്ലൂസീവ് ആണ്. ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. തൊപ്പി പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എടാ, ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. ഹലോ തൊപ്പി, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. മാൻ, ഇവിടെ ഇന്റർവ്യൂ ഇതാണ് പറയാ തൊപ്പി എന്ന് പറയാം. പൊട്ടല്ല കേട്ടോ, പേര് അനീഷ് എന്നാണ്. പ്രശ്നമാകുമായിരുന്നു. എന്റെ 30 വർഷത്തെ സർവീസിനിടയ്ക്ക് ഇതാദ്യത്തെ സംഭവം. അതാണ് അവന്റെ സംസാരം. അത് അല്ല, പോത്തിന്റെ ചവിട്ടിൽ വേദം വന്നിട്ട് കാര്യമില്ലല്ലോ. ജിൻഡപ്പൻ, ജിന്ദു ബ്രോ, ഹായ്. കിട്ടിയല്ലോ. ഒരു മിനിറ്റ്, പിന്നെ തിരിച്ച് പൊട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു മറുപടി എടുത്തോട്ടെ. ബ്രോ പൊട്ടനല്ല, ചെവി നല്ലല്ലോ കേൾക്കാം, നല്ലപോലെ സംസാരിക്കുന്ന ആളാ കേട്ടോ. പൊട്ടന്ന് വേറെ ആരെങ്കിലും വിളിച്ചാൽ കേട്ടോ. നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. തൊപ്പിയോട് പറയാനുള്ളത്, പൊട്ടൻ നിന്റെ വീട്ടിലിരിപ്പുണ്ട്, ഞാനല്ല പൊട്ടൻ, മനസ്സിലായല്ലോ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് ചൂട് വടക്കോ? എന്റെ ക്യാരക്ടർ ഇതാണ്. അല്ല, ഇവന്റെ ക്യാരക്ടർ ഇതാണ്, തൊപ്പിയുടെ ക്യാരക്ടർ ഇതാണ്. പൊട്ടൻ അടുത്തിരിക്കുന്ന ആരൊക്കെ കുറെ പൊട്ടന്മാര് സംസാരിക്കുന്നുണ്ട്. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. കൂടിയിരിക്കുന്നവർക്കും പറയുന്നത്, നിങ്ങളാണ് ലോക പൊട്ടന്മാര്, ഞങ്ങളല്ല പൊട്ടന്മാര്, മനസ്സിലായല്ലോ. പോയിക്കോളൂ. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. അഥവാ പറ്റിപ്പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരിക. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു അതല്ല നമുക്ക് വേണ്ടത്, നമ്മ എന്ത് ചെയ്യുന്നു ആണ് നമുക്ക് വേണ്ടത്. കണ്ടിനാ കേട്ടിനാ മിണ്ടിനാ പോയിനാ പറഞ്ഞിനാ വന്നിനാ തിന്നിനാ. പറന്നടിക്കും കിംബോയ്, ചാടി അടിക്കും കിംബോയ്, മലർത്തി അടിക്കും കിംബോയ്. അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ? അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല. കുണിച്ച് നിർത്തും കിംബോയ്, കേറ്റി അടിക്കും കിംബോയ്, ഉയർന്നു പൊങ്ങും കിംബോയ്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ക്രിമിയടി 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 ക്രിമിയടി.
ഇങ്ങനെ എല്ലാരും വന്ന് നിങ്ങളെ ഇങ്ങനെ ചൊറിയുവോ? ഓരോരുത്തരൊക്കെ വഴി വെച്ച് കാണുവോ വല്ലതും? ഇല്ല, നമുക്ക് കാസർഗോഡ് നല്ല സപ്പോർട്ടാണ്. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. പോണവൻ പിടിച്ചോ പിടിച്ചോ. നോ അങ്ങനെയൊന്നും ആരും ചൊറിയതില്ല. നമ്മുടെ നാട്ടുകാർക്ക് ഫുള്ള് സപ്പോർട്ടാണ്. കിംബോയി എന്ന് വെച്ചാൽ എല്ലാവർക്കും ജീവനാ അവിടെ. സത്യം സത്യം. കൊച്ചു പിള്ളേർ വന്ന് കിടന്ന് തുള്ളിച്ചാട്ടോ. കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. പെൺപിള്ളേരായാലും എല്ലാരും. അയ്യടാ, അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. വീട്ടുകാർക്ക് കുഴപ്പമില്ല. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. എന്ത് ഓഫീസ്? ബാങ്കിന്റെ. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ. അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം. അത് എന്റെ ഒരു മേക്ക് ഓവറാ. ഞാൻ തന്നെ 3-4 ക്യാരക്ടറൊക്കെ ചെയ്യും. ഡബിൾ റോളും ട്രിപ്പിൾ റോളും എല്ലാം ചെയ്യാറുണ്ട്. സ്വാമിജി, എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. അതിപ്പോ വലിയ ചെലവ് വരുന്ന നഷ്ടലബ്ധ പൂജ എന്ന് പറഞ്ഞൊരു ക്രിയയുണ്ട്. അത് ഒരെണ്ണം അങ്ങോട്ട് ചെയ്ത കേമം. ഞാനൊന്നും അറിഞ്ഞില്ല. ഈ റേഞ്ചാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഓരോരുത്തർക്കും ഓരോ സന്തോഷം. നമ്മുടെ സന്തോഷം എന്താണാവോ? നമ്മുടെ സന്തോഷം കല്യാണി